ജോസ് അണ്ടർ-19 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ അത് കാണുമെന്ന് കരുതുന്നു. കണ്ടു തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ പല ഷോട്ടുകളും, അതായത് വൈഭവ് സൂര്യവംശി എന്നൊരു 14 വയസ്സുകാരൻ അല്ലേ, 14 വയസ്സുകാരൻ, അദ്ദേഹത്തിൻ്റെ പല ഷോട്ടുകളും അതൊക്കെ ഒരു കാരണവശാലും 6 പോകുമെന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത ഷോട്ടുകൾ, പലപ്പോഴും ഇത് എങ്ങനെയുള്ള ഷോട്ടാണെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷോട്ടുകൾ, അത് മുകളിലേക്ക് പൊങ്ങുന്നു. ആ ഷോട്ടിൻ്റെ ആ ഒരു ഇത് കണ്ടാൽ നമുക്കത് ക്യാച്ചാണെന്ന് തോന്നും. പക്ഷേ ഇതെല്ലാം ഗാലറിയിൽ ചെന്ന് അവസാനിക്കുന്ന രംഗമായിരുന്നു. അതായത് ഒരു 6 ഒരു 4, ഒരു 6 ഒരു 4, അങ്ങനെ 15 6ഉം 15 4. അങ്ങനെ ഒരു ബാറ്റർ, അതായത് അത്ര ചെറിയ ഒരു കുട്ടി ഇംഗ്ലണ്ട് പോലൊരു ടീമിനെ, അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ടീമാണ് ഇംഗ്ലണ്ട്, ഒരു വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഒരു സമ്മർദ്ദവുമില്ലാതെ അടിച്ച് നശിപ്പിക്കാൻ, അതായത് നമ്മൾ ഈ നാട്ടിൻപുറത്തെ കണ്ടംകളിയിൽ പറയുന്ന പോലെ അടിച്ചങ്ങ് ഇല്ലാതാക്കുകയായിരുന്നു. അതായത് ഓരോ കാലത്തും ഇന്ത്യൻ ക്രിക്കറ്റിന് ഓരോ താരോദയങ്ങൾ ഉണ്ടാവാറുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ, അതുപോലെ തന്നെ വിരാട് കോഹ്ലിയെ പോലെ, പിന്നെ ഈ ആക്രമണാത്മക ബാറ്റിങ്ങിന് പേര് കേട്ട വീരേന്ദ്ര സെവാഗിനെ പോലെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടായിരുന്നു. അഭിഷേക് ശർമ്മയെ പോലെ. പക്ഷേ ഇതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. അതായത് പേസ് ആയിക്കോട്ടെ, സ്പിന്നായിക്കോട്ടെ, ഇനി ഓവർ പിച്ച് ആയിക്കോട്ടെ, ഗുഡ് ലെങ്ത് ആയിക്കോട്ടെ, ഷോർട്ട് പിച്ച് ആയിക്കോട്ടെ, ഏത് പന്തും എവിടെ എറിഞ്ഞാലും ഗാലറിയിൽ അവസാനിക്കുന്ന രംഗം എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് പ്രേമിയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിരുന്നു, ആവേശകരമായിരുന്നു. സത്യത്തിൽ ഈ വൈഭവ് സൂര്യവംശി എന്ന ആ താരോദയം, അയാൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു പ്ലെയറായിട്ട് മാറിയത്? അതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോകകപ്പ് ഫൈനലിൻ്റെ ആ ഒരു സമ്മർദ്ദം എന്ന വാക്ക് ഉപയോഗിച്ചു. ഓർമ്മയിൽ ഇങ്ങനെ സച്ചിൻ ഒത്തിരി ആഗ്രഹിച്ച 2003 ഏകദിന ലോകകപ്പ് ഫൈനൽ അദ്ദേഹം കിട്ടാതെ മാൻ ഓഫ് ദി ടൂർണമെൻറ്റ് ഏറ്റുവാങ്ങുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ചെറുതായിട്ടൊരു വെള്ളമൊക്കെ തോറ്റുപോയല്ലോ. നമ്മൾ അന്നത്തെ ഫൈനലിൽ നമ്മൾ ടോസ് കിട്ടിയിട്ട് നമ്മൾ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുന്നു. അന്ന് ഹൈഡനും ഗിൽക്രിസ്റ്റും കൂടെ കൂട്ടി നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബോളേഴ്സിനെ ഇങ്ങനെ അട്ടിച്ച് നിലംപരിശാക്കുന്നൊരു കാഴ്ച. അന്ന് ഉള്ളിൽ ആഗ്രഹിച്ചിട്ടുണ്ട് തിരിച്ചൊരു മറുപടി നമ്മൾ അതേപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കത് സാധിച്ചില്ല. പിന്നീട് ഒരുപാട് ലോകകപ്പ് ഫൈനലുകൾ കഴിഞ്ഞു. ചിലതൊക്കെ നമ്മുടെ ടീം ജയിച്ചു. ഒരുപാട് മാറ്റങ്ങളൊക്കെ ക്രിക്കറ്റ് ലോകത്തുണ്ടായി. പക്ഷേ ഒരു ഇന്ത്യക്കാരൻ ഒരു സമ്മർദ്ദവുമില്ലാതെ ഒരു ലോകകപ്പ് ഫൈനലിൽ അന്ന് ഹൈഡനും ഗിൽക്രിസ്റ്റും ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് നൽകിയതുപോലൊരു തുടക്കം, ഇത് തുടക്കമല്ല, ഇത് ഇംഗ്ലണ്ടിനെ നശിപ്പിക്കലായിരുന്നു. അന്ന് അവർ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ ഒരു കാഴ്ച കാണാൻ പറ്റിയതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. പിന്നെ വൈഭവ് സൂര്യവംശിയിലേക്ക് വരാം. വൈഭവ് സൂര്യവംശി എന്ന താരത്തിൻ്റെ പേര് കുറേയധികം ആളുകളെങ്കിലും കേൾക്കുന്ന IPL ലേലത്തിൽ അദ്ദേഹത്തെ രാജസ്ഥാൻ റോയൽസ് 1 കോടി 10 ലക്ഷം രൂപയ്ക്ക് ടീമിലെത്തിക്കുമ്പോഴാണ് ഈ അടുത്ത കാലത്തുണ്ടായ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സും റെക്കോർഡുകളും ഒക്കെ ചർച്ചയായി തുടങ്ങിയ സമയത്ത് വൈഭവ് സൂര്യവംശിയെക്കുറിച്ച് ആളുകൾ കൂടുതൽ തിരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സഞ്ജയ് സൂര്യവംശി, അദ്ദേഹം ഒരു കർഷകനാണ്, വളരെ സാധാരണ കുടുംബത്തിൽപ്പെട്ട കർഷകൻ. 4-ാം വയസ്സിൽ മകൻ പ്ലാസ്റ്റിക് ബാറ്റ് വെച്ചിട്ട് കളിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ അതിലൊരു ഭാവി ഉണ്ടെന്ന് അച്ഛൻ തിരിച്ചറിയുന്നു. 8-ാം വയസ്സിൽ തൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അപ്പുറമുള്ള മനീഷ് ഓജ എന്ന ക്രിക്കറ്ററുടെ പുതിയൊരു അക്കാഡമി, ആ അക്കാഡമിയിലേക്ക് അദ്ദേഹം മകനെ കൊണ്ടു ചേർക്കുകയാണ്. 100 കിലോമീറ്റർ പോയി വരികയാണ് ഡെയിലി. അവിടെ അച്ഛനെ തുടക്കാൻ നമുക്ക് സല്യൂട്ട് കൊടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കാം. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ മടൽ ബാറ്റ് വെട്ടി ഒടിച്ച് കളഞ്ഞിട്ടുണ്ട്. അതെ, പക്ഷേ ഇല്ലേ നമ്മൾ വൈഭവ് സൂര്യവംശി ആകുമെന്ന് കരുതരുത്. കഴിവുള്ള വൈഭവ് സൂര്യവംശി ആകുന്നത്. 8-ാം വയസ്സിൽ മകനിൽ തോന്നിയ ഒരു പ്രതീക്ഷ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി ഇവനാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ആളുകളെ എത്തിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അതെ, അത് വായിച്ചിട്ടുള്ളത് ഈ സമസ്തിപൂർ എന്നൊരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ. അതൊരു കർഷക കുടുംബമാണ്. നേരത്തെ ജോസ് പറഞ്ഞതുപോലെ കർഷക കുടുംബമാണ്. അദ്ദേഹം കൃഷിയിടം വിറ്റിട്ടാണ് ഈ കുട്ടിയെ കോച്ചിങ്ങിന് കൊണ്ട് വിട്ടത്. അത് മാത്രമല്ല 100 കിലോമീറ്റർ ദൂരമാണ്. സ്വാഭാവികമായിട്ടും ഓരോ ദിവസവും പോകാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് ഒരു ദിവസം ഇടവിട്ടിട്ടാണ് പോവുക. ഒരു ദിവസം 600 പന്തുകൾ ഈ കുട്ടി നേരിടുമായിരുന്നു. 600 പന്തുകൾ, അതായത് 100 ഓവറുകൾ. അത് നെറ്റ്സിലെ ബൗളേഴ്സ് ഉണ്ട്, ഒപ്പം തന്നെ മറ്റേ ആ ഒരു മെഷീൻസ് ഉണ്ട്. അതെ, ആ മെഷീൻസിലും എല്ലാം കൂടെ ചേർത്ത് 600 പന്തുകളാണ് ഏറ്റവും കുറഞ്ഞത് എങ്ങനെയാണ് ഒരു ദിവസം ഇത് ചെയ്തു. ഇന്ന് 14 വയസ്സേ ഉള്ളൂ. അപ്പോൾ അന്ന് അവൻ എത്ര വയസ്സുള്ള 10 വയസ്സൊക്കെ ഉള്ള 12ാമത്തെ വയസ്സിൽ അയാൾ രഞ്ജി ട്രോഫി
ഇത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച് ബീഹാർ ടീമിന് വേണ്ടി. ബീഹാർ ടീമിന് വേണ്ടി 12ാമത്തെ. അതൊരു റെക്കോർഡാണ്. അതെ അതെ. സച്ചിനും യുവരാജിനും പോലും സാധിക്കാത്ത റെക്കോർഡാണ് അതെ താരത്തിന്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലും നമുക്കൊക്കെ അത്ഭുത എന്ന് തോന്നുന്ന രീതിയിൽ ഒരു വലിയ ക്രിക്കറ്ററിലേക്കുള്ളൊരു പരിവർത്തനത്തിൻ്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. അതായത് മനീഷ് ഓജ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ അക്കാഡമിയിൽ അവൻ വന്ന് കളിക്കാൻ തുടങ്ങിയ ആദ്യ നാളുകൾ തന്നെ എനിക്ക് അവൻ്റെ ടാലൻറ്റ് മനസ്സിലായി. അവനൊരു മിടുക്കനായ ക്രിക്കറ്ററാകും. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ പോലും വളരെ ക്വിക്കായിട്ട് അവൻ ലേൺ ചെയ്യും എന്ന് എനിക്ക് മനസ്സിലായി. അതിനാൽ തന്നെ അവൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ക്രിക്കറ്റിൻ്റെ ബേസിക്കുകൾ പഠിക്കുകയും ഇന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിലേക്കുള്ള ഒരു പവർ ഹിറ്റിംഗ് വൈഭവ് സൂര്യവംശി അക്കാഡമിയിൽ തന്നെ അവൻ പേരെടുത്തതാണ്. അതെ. അതുപോലെ തന്നെ അവൻ്റെ ഈ പറഞ്ഞ പോലെ ബീഹാറിൽ ഇത്തരത്തിലുള്ളൊരു ഗ്രാമത്തിൽ ഒരു പയ്യൻ എക്സ്പ്ലോസീവ് ബാറ്റിംഗ് നടത്തുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഒരുപക്ഷെ പത്രമാധ്യമങ്ങളിലൂടെ അവൻ്റെ പേരും അവൻ്റെ പ്രതിഭയൊക്കെ തിരിച്ചറിഞ്ഞ ആളുകൾ അവനെ സെർച്ച് ചെയ്ത് കാണും. അവൻ അവിടെ നെറ്റ്സിൽ പ്രൂവ് ചെയ്ത് കാണും. സ്വാഭാവികമായിട്ടും 12ാം വയസ്സിൽ അവൻ്റെ അരങ്ങേറ്റം നടത്തുന്നത്. എനിക്ക് തോന്നുന്നത് വിനു മങ്കാദ് ട്രോഫിയിൽ മറ്റോ 93 റൺസ് ഇയാൾ അടിച്ചു, സ്കോർ ചെയ്തു. അതിനുശേഷമാണ് ഇയാളെ ഈ ടീമിലേക്ക് പരിഗണിക്കുന്നത്. പിന്നീട് അയാൾ ഇന്ത്യ ബി ടീമിന് വേണ്ടിയിട്ട് അണ്ടർ 19 സൈഡ് കളിച്ചു. അതൊരു 6 മത്സരങ്ങളിൽ അദ്ദേഹം 177 റൺസ് നേടി. അന്ന് ഇത് പത്രത്തിലൊക്കെ സ്പോർട്സ് പേജിലൊക്കെ ചെറിയ കോളത്തിൽ വന്ന വാർത്തയാണ്. പക്ഷെ അന്നൊരു ഒരുപക്ഷെ നമ്മളെ പലരും അതൊന്നും ശ്രദ്ധിച്ച് കാണില്ല. കാരണം വലിയ വാർത്താ തലക്കെട്ടൊന്നുമായി എന്ന് വന്നിരുന്നില്ല അത്. പിന്നീട് പതുക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മാർജിൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ തുടർന്നു. ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പ്രകടനം 2024 സെപ്റ്റംബറിൽ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റിൽ അണ്ടർ 19 58 പന്തിൽ സെഞ്ചുറി നേടി. അതൊരു ഫാസ്റ്റസ്റ്റ്, ആ ഏജ് ഗ്രൂപ്പിലുള്ള സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറിയായി. അതെ. അണ്ടർ 19 ആണെന്ന് പറഞ്ഞാലും ഓസ്ട്രേലിയൻ ടീമിന് അതിൻ്റെതായ ഒരു പ്രത്യേകതകൾ എന്തായാലും ഉണ്ട്. തീർച്ചയായിട്ടും. അയാൾക്ക് പിന്നെ വൈഭവ് സൂര്യവംശി എന്തോ ഓസ്ട്രേലിയ എന്നായിരിക്കും അല്ലേ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇതിൽ ചോദിക്കാം. അതെ. ഈ ഇടയ്ക്ക് പൊതുവെ സേവാഗിനെ കുറിച്ചാണല്ലോ ഇങ്ങനെയുള്ള തമാശകൾ കൂടുതൽ വരിക. സേവാഗിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആദ്യത്തെ പന്ത് എപ്പോഴും ബൗണ്ടറി കടത്തുന്നത്? അപ്പോൾ സേവാഗിൻ്റെ മറുപടി, അതിന് മുമ്പേ പന്തില്ലായിരുന്നു. അതെ, അങ്ങനെയാണ് സേവാഗൻ. അങ്ങനെ ഒരു ഇതാണല്ലോ സേവാഗിന് പൊതുവെയുള്ള സ്വഭാവം. കെവിൻ പീറ്റേഴ്സണുമായിട്ടുള്ള ഒരു അതെ, ഇതൊക്കെ സേവാഗ് പറയലുണ്ട്. കാര്യം കെവിൻ പീറ്റേഴ്സൺ അവിടെ നിന്ന് സുനിൽ നരേൻ്റെ പന്ത് നേരിടാൻ പറ്റാതെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ സേവാഗ് പറയുന്നു, നിങ്ങൾ ഇപ്പുറത്തെ പോലെ ഞാൻ നോക്കിക്കോളാം. അതെ. അപ്പോൾ അടുത്ത പന്ത് 2-3 പന്തിൽ 6ഉം 4ഉം ഒക്കെ പറത്തുകയാണ്. അപ്പം കെവിൻ പീറ്റേഴ്സൺ വെച്ച് ഇതെങ്ങനെ? അതിപ്പോൾ പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് ചില ആളുകൾ പറയാനുള്ളത്, ഈ പിച്ച് ചെയ്ത് തിരിയുമ്പോഴും മറിയുമ്പോഴും ആണല്ലോ പ്രശ്നം. പിച്ച് ചെയ്ത് അധികം തിരിയാൻ സമയം കൊടുക്കാതിരുന്നാൽ പോരെ, അടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ചില ആളുകൾ. അതൊക്കെ വളരെ അപൂർവമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, ഉണ്ടായി വന്നാൽ ചിലപ്പോൾ ഇതുപോലെ നിലനിൽക്കണമെങ്കിലും പാടാണ്. അതായത് ഒരു കാലത്ത് അറിയുമെന്നറിയില്ല, ഒരു അതുൽ ബദാദെ എന്ന് പറഞ്ഞൊരു കളിക്കാരനെ പറ്റിയിട്ട്, അതുൽ ബദാദെ അന്ന്, അതായത് വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റിങ്ങിന് പേര് കേട്ട അതുൽ ചന്ദ്രശേഖർ ബദാദെ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ ആള് വന്നു, ഇതൊക്കെ പറഞ്ഞെങ്കിൽ ഒരു കളിയിലോ മറ്റോ ഒരു 44 മറ്റോ ആണെന്ന് തോന്നുന്നു, എനിക്ക് ചെറിയ ഓർമ്മ, ഞാൻ കളി കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. അതായത് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അമൈ ഖുറേസി ഇടയ്ക്ക് വന്നു ഇതുപോലെ ഒരു പ്രാവശ്യം. അന്ന് അക്തർ വളരെ പേര് കേട്ടുന്ന സമയമാണ്. അക്തറിൻ്റെ പന്ത് നേരിടാൻ കഴിയാതെ ഇന്ത്യക്കാർ കഷ്ടപ്പെടുന്ന സമയമാണ്. അപ്പോൾ അമൈ ഖുറേസിയ അയാളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഈ ഷഫിൾ ചെയ്ത് കയറും, ഓഫ് സ്റ്റമ്പിലേക്ക് കയറിയാണ് കളിക്കുന്നത്. അങ്ങനെ അക്തറിനെ പേടിയില്ലാതെ അദ്ദേഹം നേരിടുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നാലും അമൈ ഖുറേസിക്കും ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ എപ്പോഴും പറയാറുണ്ട്, ഈ ഫോം എന്ന് പറയുന്നത് എന്താ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. അതായത് ഈ ഫോം എന്ന് പറയുന്നത് ഒരാൾക്ക് വരികയും പോവുകയും ചെയ്യും. പക്ഷേ ക്ലാസ്, ടാലൻറ്റ്, ജീനിയസ് ആയിട്ടുള്ള ആ ഒരു ക്രിക്കറ്റിലെ ജീനിയസ്, ആ ഒരു പ്രകടനം, ഇതൊന്നും അത് പോവില്ല. അത് അവിടെ തന്നെ ഉണ്ടാവും. അത് സച്ചിനെയൊക്കെ സംബന്ധിച്ച് അത് കറക്റ്റാണ്. വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് അതൊക്കെ കറക്റ്റാണ്. ഇന്നും സച്ചിനോട് വേണമെങ്കിൽ ഒരു പഴയ പോലെ സ്ട്രൈറ്റ് ഡ്രൈവ് കളിക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് കളിക്കും. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു താരത്തെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം വൺ ഡേ വണ്ടർ അല്ല എന്ന് അദ്ദേഹം ഓരോ മത്സരത്തിലൂടെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ശരിയാണ്, പല ഷോട്ടുകളും നമുക്ക് മനസ്സിലാവാത്ത ഷോട്ടുകളായിരുന്നു. ഇടയ്ക്ക് ധോണിയുടെ ഹെലികോപ്റ്റർ ഷോട്ട് ഞാൻ കണ്ടു. അതെ. അത് വളരെ ഇടയ്ക്ക് അടിച്ച ചില ബൗണ്ടറികളൊക്കെ അതിമനോഹരമായിരുന്നു. അതെ, നമ്മൾ ചില സിഗ്നേച്ചർ ഷോട്ടുകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതെല്ലാം ഉണ്ടായിരുന്നു. അതെ, ഹൈ ബാക്ക് ലിഫ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. അത് എനിക്ക് തോന്നുന്നു യുവരാജ് സിംഗ്, അഭിഷേക് ശർമ്മ, ഇവർക്കൊക്കെ പ്രത്യേകിച്ചും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ളൊരു നല്ല രസകരമായിട്ടുള്ള എന്നാൽ അതേസമയം എൻ്റർടൈനിങ് ആയിട്ടുള്ള ബാറ്റിംഗ് അത് നിലനിൽക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ നിന്ന്
മനസ്സിലാവുന്നത്. പലപ്പോഴും ചില ഷോട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പന്തിനെ വെട്ടിക്കീറുന്ന പോലെയുള്ള ഷോട്ടുകളായിപ്പോയി. അതായത് ഒരു ബൗളർ സഹിക്കാൻ പറ്റാത്ത ഷോട്ടുകൾ ഒരുപാടെണ്ണം. അല്ല, അതിന് ആ ഇന്നിങ്സിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 15 6ഉം 15 4ഉം. 15 6 എന്ന് പറയുമ്പോൾ തന്നെ 90 റൺസായി. അതുപോലെ തന്നെ 15 4 എന്ന് പറയുമ്പോൾ 150 റൺസ് ബൗണ്ടറിയിലൂടെ നേടുക എന്ന് പറയുന്നത് അത് ഒരു ഫൈനൽ മത്സരത്തിൽ അതിനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അതൊരു വൺ ഡേ വണ്ടറായിട്ട്. ഒരിക്കലും അല്ല. അത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനം തന്നെയാണ്. മാത്രമല്ല IPL ഡെബ്യൂ ഫസ്റ്റ് പന്ത് 6 അടിച്ചു. അതെ, ഷാർദുൽ തക്കൂറിനെ ഫസ്റ്റ് പന്ത്. അതെനിക്ക് തോന്നുന്നത് ലെഗ് സൈഡിൽ ലെഗ് സ്റ്റമ്പിൽ വന്നൊരു പന്ത് വളരെ ഈസി ആയിട്ട് സ്ക്വയർ ലെഗിലെയോ മറ്റോ തൂക്കിയെടുത്ത് കളഞ്ഞു. അത് സിമ്പിളായിട്ട് കളഞ്ഞു. അതുപോലെ തന്നെ ആ 6 അടിച്ച അതേ IPL തന്നെയാണ് സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി. അത് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ. അതെ, അത് നമ്മുടെ സിറാജിനെയൊക്കെ 6 തൂക്കി, ഇഷാന്ത് ശർമ്മയെ തൂക്കി, അതെ, റാഷിദ് ഖാൻ ഉൾപ്പെടെയുള്ള മിടുക്കരായ ബോളർമാരെ. അങ്ങനെ ഏത് ബൗളർ എന്നുള്ള നിലയിലൊന്നുമല്ല, കിട്ടുന്ന പന്ത് അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, ആ ബോളർ തന്നെ എന്തായാലും ഈ വർഷവും അവരുടെ സ്ക്വാഡ് നിലനിർത്തിയിട്ടുണ്ട്. രാജസ്ഥാനെ സംബന്ധിച്ച് ഇത്തവണ ഏറെ പ്രതീക്ഷയാണ് ഈ താരത്തിലൂടെ അവർക്ക് കിട്ടിയിരിക്കുന്നത്. സഞ്ജു പോയി, പുതിയൊരു ടീം വന്നിരിക്കുകയാണ്. എന്തായാലും അയാളെ നിന്നാൽ അയാളെ നേരിടാൻ പാടാണ്. അതെ, അതിനകത്ത് സംശയമില്ല. ഒരു സമ്മർദ്ദവും ഇല്ലാതെ ബാറ്റ് ചെയ്യാണ്. ഈ തവണ IPL ക്യാപ്റ്റന്മാർ ഏറെ വേർക്കും. ഉറപ്പായിട്ടും വേർക്കുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ആ അന്നത്തെ ഫൈനൽ മത്സരത്തിൽ അന്ന് 50 ഓവർ ക്രിക്കറ്റിൽ ഇന്ന് വരെ പ്രൊജക്റ്റഡ് സ്കോർ 600 കാണിക്കുന്നത് ചരിത്രത്തെ നമ്മൾ കണ്ടിട്ടില്ല. ഈ ഗെയിമിൽ പോലും കണ്ടിട്ടില്ല. ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതായത് വൈഭവ് അവിടെ നിൽക്കുന്ന സമയത്ത് 50 ഓവർ കളിക്കുമ്പോൾ ആ റൺ റേറ്റിൽ പ്രൊജക്റ്റഡ് സ്കോർ 600 കാണിച്ചിരുന്നു. ഈ അങ്ങനെ പോയാൽ ചിലപ്പോൾ ഏകദിന ക്രിക്കറ്റിലെ ട്രിപ്പിൾ സെഞ്ചുറി ചിലപ്പോൾ വൈഭവ് അടിച്ച രീതിയിൽ. അതെ, എന്തായാലും ഇംഗ്ലണ്ടിന്റെ ഭാഗ്യത്തിന് അതുണ്ടായില്ല. വൈഭവ് കുറച്ച് നേരത്തെ പോയി. അതെ, അല്ല, വൈഭവിനെ സംബന്ധിച്ച് എത്ര ഓവർ പിന്നെ ബാക്കിയുണ്ടായിരുന്നു. അതെ, എന്നിട്ടും അത്ര ഒരു എക്സ്പ്ലോസീവ് ഇന്നിങ്സ്. ഇത് അതിനോട് താരതമ്യപ്പെടുത്താൻ അണ്ടർ 19 ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ നമുക്ക് ഓക്കെ, സമ്മർദ്ദങ്ങളിൽ ഇപ്പോൾ കപിൽ ദേവിനെ 175 ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രകടനങ്ങൾ നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ നിർദ്ദയം, അതായത് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ കൊലപാതകമായിരുന്നു ഇംഗ്ലണ്ട് ബോളർമാരെ അയാൾ ചെയ്തത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഈ അണ്ടർ 19 ലോകകപ്പ് കളിക്കുന്ന ഒരു താരത്തെ സംബന്ധിച്ച് അയാളുടെ ഏജ് 12, 13, 15 ഒക്കെ ഉള്ള ആൾക്കാർക്ക് കളിക്കാം. വൈഭവ് സൂര്യവംശിയെ സംബന്ധിച്ച് 14 വയസ്സായതേ ഉള്ളൂ. ഇനി 2028 2030 ലോകകപ്പ് നടക്കുമ്പോഴും അദ്ദേഹം അതിന് എലിജിബിൾ ആണ്. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിലെ നിയമം അതിന് അനുവദിക്കുന്നില്ല. ഒരു പ്രാവശ്യം കളിക്കാൻ പറ്റും. രാഹുൽ ദ്രാവിഡ് തന്നെയാണ് ആ നിയമത്തിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ ഇതായിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത് ഏജ് ഫ്രോഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു നിയമം ഇന്ത്യൻ ക്രിക്കറ്റിന് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ചീറ്റിംഗ് ഉണ്ടാവും. കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു നിയമം നമ്മൾ നമ്മുടെ ഫുട്ബോൾ ടൂർണമെൻറ്റുകളിലൊക്കെ കുറേയധികം കണ്ടിട്ടുണ്ട്. ഈ അണ്ടർ 19 എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഈ നേപ്പാളിൽ നിന്ന് ബീഹാറിൽ നിന്നൊക്കെ കണ്ടാൽ നമുക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് 25-26 വയസ്സൊക്കെ ഉണ്ട്. പക്ഷേ നിന്ന് അവർ ഇറക്കി കളിക്കുവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അതൊന്നും എന്തായാലും ആ ക്രിക്കറ്റിൽ അത് നടക്കില്ല. വൈഭവ് സൂര്യവംശിക്ക് ഇനി ഒരു അണ്ടർ 19 ലോകകപ്പില്ല. പക്ഷേ ഈ മാർച്ച് 27-ാം തീയതി അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്ന. 15 വയസ്സാകും. ഇന്ത്യൻ ടീമിന് എലിജിബിൾ ആകാനുള്ള പ്രായം ആ ഒരു ഇതാണ്. തീർച്ചയായിട്ടും അതൊരു എന്തായാലും നമുക്കത് പ്രതീക്ഷിക്കുക തന്നെ വേണം. കാര്യം അദ്ദേഹത്തിൻ്റെ പല ന്യൂനതകൾ പലപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും ഏത് ബാറ്റർക്കും ന്യൂനതകളുണ്ടാവും, സ്വാഭാവികമാണ്. ചിലർക്ക് ഷോർട്ട് പിച്ച് ആയിരിക്കും, ചിലർക്ക് ഓഫ് സൈഡ് ലെഗ് സൈഡ് ബാറ്റിങ്ങിനുള്ള പ്രശ്നങ്ങളായിരിക്കും, ഇതൊക്കെ ഉണ്ടാവും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് പിച്ച് പന്തുകൾ കുറച്ചൊരു അതിനെല്ലാം അത് മുകളിലേക്ക് അടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതിന് രാഹുൽ ദ്രാവിഡിൻ്റെയൊക്കെ കീഴിലാണല്ലോ മറ്റേ രാജസ്ഥാൻ റോയൽസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. അത് കഴിഞ്ഞ് ഇപ്പോൾ വേറെ ആരാണ്? ഇപ്പം സംഘക്കാരുണ്ട്. അതെ, സംഘക്കാരൻ. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അത് തുടക്കത്തിൽ അത് കുറച്ച് ഗ്രൗണ്ട് ഷോട്ടുകളായിട്ട് ചെയ്യണം, അതായത് കളിക്കണം. അതെ, ബാറ്റ് ഇത് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പൊക്കാതെ, എല്ലാം അയാൾക്ക് മുകളിലേക്കാണല്ലോ, ആകാശത്തേക്കാണ്. അപ്പോൾ അത് മാറ്റി ഇങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അയാൾ പരിശീലനം നടത്തുകയൊക്കെ ചെയ്തു എന്നാണ് ലാസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരുപാട് എക്സ്പ്ലോസീവ് ഇന്നിങ്സുകൾ, നമ്മുടെ കണ്ടം ക്രിക്കറ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് വെട്ടുകൾ നമുക്ക് കാണാം. അത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതേപോലെ തന്നെ കളിക്കാൻ ആഗ്രഹിക്കുന്ന കളിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷേക് ശർമ്മ ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാണ്. അതെ, അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയും
ഒരുമിച്ചുള്ള ഒരു ഓപ്പണിങ്, അതാണ് നമ്മൾ സ്വപ്നം കാണാൻ പോകുന്ന കിനാശ്ശേരി അല്ല. അത് നമുക്കറിയില്ല, കാരണം രണ്ടുപേരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. ഈ പറഞ്ഞ പോലെ അതിനൊരു സാധ്യത ഉണ്ടോ എന്ന് അറിയില്ല, എങ്കിലും നമുക്ക് ആഗ്രഹിക്കാം. കാരണം അത്തരത്തിൽ T20 ക്രിക്കറ്റിൽ ഒരിക്കലും മിനിമം T20 അതെ, നമ്മൾ ഒരിക്കലും ഇപ്പൊ തന്നെ വൈഭവ് സൂര്യവംശി എടുത്ത ഏകദിനത്തിന് ടെസ്റ്റിൽ ഒന്നും കളിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഏറ്റവും പറ്റിയ ഫോർമാറ്റ് അച്ഛൻ പറഞ്ഞല്ലോ ടെസ്റ്റിൽ പ്രൊഫഷണൽ ക്രിക്കറ്ററായിട്ട് അംഗീകരിക്കില്ല എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞ വാക്ക്. അപ്പം ടെസ്റ്റിലും ഇതൊക്കെ തന്നെ ആയിരിക്കും കളിക്കാൻ സാധ്യത. സെവാഗ് നമുക്കതിന് ട്രിപ്പിൾ സെഞ്ചുറികളിലൂടെ. അതെ അതെ അതെ. എന്തായാലും പ്രതീക്ഷിക്കാം ഇന്ത്യൻ ടീമിൽ വൈഭവ് സൂര്യവംശി വരുന്നതും അങ്ങനെയുള്ള ക്രിക്കറ്റ് പ്രേമികളെ എല്ലാം ആവേശത്തിലാഴ്ത്തുന്ന നിരവധി ഇന്നിങ്സുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ ഇന്ത്യ, നമുക്ക് അടുത്തൊരു മത്സരം വരുന്നു. ഇന്ത്യ നമീബിയ പോരാട്ടം വ്യാഴാഴ്ച വരികയാണ്. ആവേശ പോരാട്ടം എന്നൊന്ന് നമുക്കറിയില്ല എങ്ങനെയാണെന്ന്. അല്ല, ഇപ്പോൾ നടക്കുന്നത് അസോസിയേറ്റ് രാജ്യങ്ങളെല്ലാം നന്നായിട്ട് കളിക്കുന്ന കളിയാണ്. അതുകൊണ്ട് തന്നെ ആവേശ പോരാട്ടം എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നല്ല മത്സരം കാണാൻ സാധിക്കട്ടെ. കാരണം ഇന്ത്യക്ക് ആദ്യത്തെ മത്സരത്തിൽ ബാറ്റിങ്ങിൽ കുറേ അധികം പ്രശ്നങ്ങളുണ്ടായി. അതൊക്കെ പാളിച്ചകളൊക്കെ മാറ്റി ഇന്ത്യയുടെ മനോഹരമായ ഒരു കളി നമുക്ക് അന്ന് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ശരി ശരി.